ഹായ്, ഞാൻ ഇന്റീരിയർ ഡിസൈനർ സൂര്യ സുഗ്നൻ. 25 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ ഇന്റീരിയർ മേക്ക് ഓവറാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടോക്കാം. ഈ വീട് പണ്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിവിങ് റൂമും ഡൈനിങ് സ്പേസും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ലിവിങ് റൂം നോക്കി വെക്കാം. ഇവിടെ നമ്മളൊരു സ്ട്രെയിറ്റ് സോഫ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ 2 സിംഗിൾ സീറ്റർ സോഫയും കൊടുത്തിട്ടുണ്ട്. കളർ എന്ന് പറയുന്ന ഒരു പിങ്കും ക്രീമും ഒക്കെ കളറിലാണ് നമ്മൾ പോയിട്ടുള്ളത്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ്. അതേപോലെ തന്നെ ഒരു ടീപ്പോയ് കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കേർവ് ആയിട്ടുള്ള ഷേപ്പിലൊക്കെയാണ് വരുന്നത്. ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഫ്ലോറിംഗ് ആണ്. അത് മാർബിളിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് പോളിഷ് ചെയ്ത് ആ ഒരു ഫ്രഷ് ഫീല് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ നേരെ പുറകെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഹൈലൈറ്റിംഗ് വോൾ വരുന്നത്. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ബ്രിക്കാണ്. അത് നമ്മൾ ഒരു ടെക്സ്ചർ ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ വരുത്തുകയാണ് ചെയ്തത്. അപ്പം ഈ ഒരു ടെക്സ്ചർ പെയിന്റിന്റെയും അതേപോലെ തന്നെ വാൾ പേപ്പറിന്റെയും ഒരു കോമ്പിനേഷനിലാണ് ഈ ഹൈലൈറ്റിംഗ് വോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വാൾ പേപ്പറിൽ നമ്മൾ മെറ്റൽ സ്ട്രിപ്പ് കൊടുത്ത് അതേപോലെ ബാക്ക് ലൈറ്റും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്യാണ് ഈ ഒരു സ്പേസിന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോൺ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് സ്റ്റോൺ ആണ്. നമ്മളതൊന്ന് വാഷ് ചെയ്ത് അതിനൊന്ന് നീറ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി പതുക്കെ ഒന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇവിടെ നമുക്കൊരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോ നമ്മൾ 2 ലെയർഡ് വിൻഡോ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഷിയേർഡ് കർട്ടനും അതേപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ആവുന്ന കർട്ടൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ പ്ലസന്റ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഈ ലിവിങ് റൂമിൻ്റെ ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കട്ടിങ് നമ്മൾ ഈ വുഡൻ ലൂവേഴ്സ് ഉപയോഗിച്ച് ഹൈലൈറ്റ് ചെയ്തു. പോളിഷ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്ലോക്ക് ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു പുതിയതായിട്ട് ഒരു സ്റ്റെയർ റൂം കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഉണ്ടായിരുന്നില്ല, ഇത് പുതിയതായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ആൻഡ് ഇവിടെ ഇതിൻ്റെ ഒരു ഓപ്പണിങ് നമ്മൾ ആർക്കിട്രൈവ് ഒക്കെ കൊടുത്ത് ഒരു ഭംഗിയാക്കാണ് ചെയ്തത്. ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെയർ ഏരിയയിൽ നമ്മൾ മൊറോക്കൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ഒരു സ്റ്റെയർ ഏരിയയിൽ നമ്മൾ ഷാൻഡിലിയറും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണെങ്കിലും ആ ഒരു ടർക്കിഷ് ഷാൻഡിലിയറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സ്റ്റെയർ ഏരിയ നോക്കുമ്പോൾ ഇത് വുഡാണ് ടോപ്പിംഗ് വരുന്നത്. ഇതൊക്കെ GIയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പെയിന്റ് ഫിനിഷ് ആണ്, വൈറ്റിലാണ് പോയിട്ടുള്ളത്. അതേപോലെ ലാൻഡിംഗ് ഒക്കെ നമ്മൾ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരു പ്രീമിയം ഫീല് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു എസ്തെറ്റിക്കൽ ഫീലും നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് മേലേക്ക് പതുക്കെ കയറി വെക്കാം. നമുക്ക് ഡൈനിങ് സ്പേസ് ഒന്ന് കാണാം. ഈ ഡൈനിങ് സ്പേസിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചെയർസ് ആണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അപ്പോൾസ്ട്രി ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റി അതിനൊരു മേക്ക് ഓവർ കൊടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആ ലിവിങ് റൂമിൽ കൊടുത്തിട്ടുള്ള ആ പിങ്ക് സോഫേൻ്റെ അതേ ഫാബ്രിക് ആണ് ഇവിടെയും കുഷന് ചെയ്തിട്ടുള്ളത്. പോളിഷ് ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു ഫീല് കംപ്ലീറ്റ്ലി മാറ്റിയെടുത്തു. നമ്മൾ ഡൈനിങ് ടേബിൾ നോക്കുകയാണെങ്കിൽ പുതിയ തന്നെയാണ്, പുതിയ ടേബിൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഫുൾ ബോഡി ടൈലാണ് ഇതിൻ്റെ ടോപ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രത്യേക അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സീലിംഗ് ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ സീലിംഗ് കൊടുത്തിട്ടുള്ളത് WPCൻ്റെ ലൂവേർഡ് ആയിട്ടുള്ള ഫ്ലൂട്ടഡ് ആയിട്ടുള്ള സീലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിനാണെങ്കിൽ ഒരു കോവ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്, നടുവിൽ ഷാൻഡിലിയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഫീൽ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. പിന്നെ നമുക്ക് ഈ ഒരു വോളിൽ നമ്മൾ ലാസ്റ്റ് സപ്പറിൻ്റെ
ഒരു ഇമേജാണ്, ഒരു പിക്ചറാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പിക്ചർ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ ആണ് ആ പിക്ചർ ലൈറ്റ്. അപ്പോൾ പിക്ചർ ലൈറ്റ് ഇറ്റ്സെൽഫ് ഒരു ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് വാൾപേപ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു UPVCന്റെ സ്ലൈഡിങ് ഡോറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനാണെങ്കിലും നമ്മൾ 2 ലെയർഡ് കർട്ടനാണ് അവിടെ കൊടുത്തിട്ടുള്ള. സെയിം കർട്ടനാണ്, ഷിയർ കർട്ടനും ബ്ലാക്ക് ഔട്ട് ആവുന്ന കർട്ടൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഫാബ്രിക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ഭംഗിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ സ്ലൈഡിങ് ഡോറ് തുറന്ന് നമുക്കൊരു പാഷ്യോ സ്പേസ് ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷട്ടർ കൊടുത്തിട്ടാണ് ഉള്ളത് ഫോർ സേഫ്റ്റി പർപ്പസ്. ഇത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് തുറക്കാം. ഓക്കെ, ആൻഡ് ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തുറക്കും. ഓക്കെ, വളരെ കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സേഫ്റ്റി നമുക്ക് കിട്ടും. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ നാച്ചുറൽ ഗ്രാസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ജിയറിൻ്റെയും അതേപോലെ ജാലിൻ്റെയും ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ഒരു പാർട്ടീഷൻ പോലെയാണ്. ഒരു കാണാൻ ഭംഗിയുണ്ട്, നമുക്കൊരു എന്താ പറയുക, ഒരു വിസിബിലിറ്റി കുറയും ചെയ്യും. നമ്മളിവിടെ ഇരുന്ന് ഒരു ഫാമിലി ടൈം ഒക്കെ പ്രോപ്പറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഉൾഭാഗത്ത് നമ്മൾ ഇന്റീരിയർ സ്പേസ് നോക്കുകയാണെങ്കിൽ ഇത് ഗ്രാനൈറ്റ് ആണ്, ഈ ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത്. ഇത് വുഡൻ വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ആണെങ്കിലും നമ്മൾ റട്ടൻ ഫർണിച്ചറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടീപ്പോയുണ്ട്, ചുമ്മാ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാം, സംസാരിക്കാം, നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ്. അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇത് സ്റ്റെയർ ഏരിയ ആണ് നമ്മളെ വരുന്നത്. അതുപോലെ നമ്മളൊരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ജാലി വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഭംഗി അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഷട്ടർ ക്ലോസ് ആക്കാം. ഈ ഒരു സ്വിച്ചിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ക്ലോസ് ആക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സേഫ്റ്റി കിട്ടും. ഓക്കെ, ഇത് നമുക്ക് നമ്മൾ അകത്തേക്ക് ഒന്നുകൂടെ പോയി നോക്കാം. ഓക്കെ, ഇനി നമ്മൾ വാഷ് യൂണിറ്റാണ് വരുന്നത്. ഓക്കെ, വാഷ് യൂണിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു മൊറോക്കൻ ടൈലിന്റെയും ഗ്ലോസി ബ്ലൂ ടൈലിന്റെയും കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൊരു ബ്ലൂ തീമിലാണ് നമ്മൾ പോയിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നമ്മൾ സർക്കുലർ ആയിട്ടുള്ള മിററാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് ലൈറ്റ് ചെയ്യുന്നത് ഇവിടെയും ഒരു ഷാൻഡിലിയർ കൊടുത്തിട്ടുണ്ട്. ബേസ് നോക്കുകയാണെങ്കിലും ഒരു ഗ്ലോസി ബ്ലൂ ഷെയ്ഡിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇത് ഫുൾ ബോഡി ടൈലാണ്. ഇവിടെ ഡ്രോവേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാം പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. എല്ലാം കംഫർട്ടബിൾ ആയിട്ട് ഹാൻഡ് വൈപ്പ് ചെയ്യാനുള്ള റോഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പാർട്ടീഷനാണത് GI വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് CNC കട്ടിങ്ങിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു ഗ്രേഷ് ബ്ലൂ കളറാണ്, അതേപോലെ വൈറ്റ് കളറിന്റെ കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ഡിസൈൻ ആണ്, പക്ഷെ നമുക്ക് ആ ഒരു മൊത്തത്തിൽ ആ ഒരു ഭംഗി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. അപ്പൊ ആ ബെഡ്റൂം ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ബെഡ്റൂം സ്പേസ് വരുന്നത്. ഇതാണ് നമ്മൾ ഹൈലൈറ്റിംഗ് ബോർഡ്. ഈ ബോർഡ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ വെച്ചിട്ടാണ്. അപ്പൊ ആ കളറിന് മുന്നേ നിങ്ങൾക്ക് ഒരു ബീഡിങ് കാണാൻ പറ്റും. ഇത് റെഡിമെയ്ഡ് WPC ബീഡിങ് ആണ്. അപ്പൊ ആ ബീഡിങ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുത്തു. അതിന്റെ മേലെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ കൊടുക്കുകയാണ് ചെയ്തത്. പ്രോപ്പർ ആയിട്ട് രണ്ട് സൈഡിലും ഹാങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ബെഡ് കോട്ട് ആയിരുന്നു. അതിന്റെ ഹെഡ് ബോർഡ് മാറ്റിയിട്ട് നമ്മൾ അതിനൊരു പുതിയ ലുക്ക് കൊടുക്കുകയാണ് ചെയ്തത്. സൈഡ് ടേബിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വുഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് വാൾ മൗണ്ടഡ് ആണ്. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് താഴെ സ്പേസും കിട്ടും, ക്ലീൻ ആക്കാനും എളുപ്പമാണ്. നമുക്ക് ആ റൂം കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ട് തോന്നും. അപ്പൊ ആ ഒരു പർപ്പസിനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ സൈഡ് ടേബിളിന്റെ ഒപ്പം തന്നെ നമുക്കൊരു വർക്ക് സ്റ്റേഷനും ഉണ്ട്. ഇവിടെ വർക്ക് സ്റ്റേഷൻ ആണെങ്കിലും വൈറ്റ് ആൻഡ് വുഡിന്റെ കോമ്പിനേഷൻ തന്നെയാണ്. ഹാൻഡിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു ഗോൾഡൻ ടിന്റ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ആന്റി ഗോൾഡ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബേ വിൻഡോ സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ടോപ്പിൽ ഒരു ഫുൾ ബോഡി ടൈല് കൊടുത്തു, പില്ലോസ് കൊടുത്തു, റോമൻ ബ്ലൈൻഡ് കൊടുത്തു.
അതേപോലെ വിൻഡോസിനൊക്കെ വൈറ്റ് പെയിന്റ് കൊടുത്തു. അപ്പൊ നമുക്ക് ഈ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി മാറി കിട്ടി. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആക്കിയെടുക്കാനും നമുക്ക് സാധിച്ചു. ഓക്കെ, ഇനി നമ്മൾ വാർഡ്രോബിന്റെ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ, ഓക്കെ, വാർഡ്രോബിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു വാർഡ്രോബ് ഉണ്ടായിരുന്നു. നമ്മളത് കംപ്ലീറ്റ്ലി ഡിമോളിഷ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പുതിയ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് സ്ലൈഡിംഗ് ഡോർ ആണ് വരുന്നത്. ഈ ഒരു വാർഡ്രോബ് 3 ഷെയ്ഡ്സിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. വൈറ്റ്, മിറർ ആൻഡ് ഇത് ലൂവേർഡ് ഫിനിഷിലുള്ള ലാമിനേറ്റ് ആണ്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ ലൂവേർഡ് ആയിട്ട് ഫീൽ ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് എന്താണ്, ലൈൻസ് മാത്രമേ ഉള്ളൂ, ലാമിനേറ്റ് ആണ്. ആൻഡ് ഇത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗോൾഡൻ സ്ട്രിപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലായിടത്തും ചെറിയ ഒരു ഗോൾഡൻ ടിൻറ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരു പ്രീമിയം ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബെഡ്റൂം വരുന്നത്. ഇവിടെ ഒരു ചെസ്റ്റ് ഓഫ് ഡ്രോവേഴ്സും കൊടുത്തിട്ടുണ്ട്, എല്ലാം മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെ നമുക്കൊരു ബാത്റൂം സ്പേസ് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ഉണ്ട്, മിററും ഡ്രോവറൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ടോയ്ലറ്റിന്റെ കംപ്ലീറ്റ് ടൈലിങ്ങും പ്ലംബിങ്ങും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ആസ് ഐ സെഡ് 25 ഇയേഴ്സ് പഴക്കമുള്ളത് കൊണ്ട് തന്നെ അത് ഭയങ്കര പഴയ മോഡലും കുറച്ച് ഈർപ്പത്തിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ കംപ്ലീറ്റ് മാറ്റിയിട്ട് ഒരു ബ്ലൂ തീമിലാണ് ഈ ടോയ്ലറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലാണെങ്കിൽ നമ്മൾ മാറ്റ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്, വോളിലൊക്കെ ഗ്ലോസി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ക്ലോസറ്റിന്റെ ഏരിയ ആണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എപ്പോക്സി ഒക്കെ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിക്കാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സ്പേസസ് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ബെഡ്റൂം, നമുക്ക് ഒരു ബെഡ്റൂം കൂടിയുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് കിച്ചൺ സ്പേസും കൂടെ കാണാം. അതേപോലെ നമുക്കൊരു TV സ്പേസ് ഉണ്ട്, ഒരു ഫാമിലി ലിവിംഗ് കൂടി ഉണ്ട്, അതുകൂടി കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പാർട്ടീഷൻ നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ആ പാർട്ടീഷന്റെ ഈ ഭാഗത്തായിട്ട് ഇതാണ് നമ്മൾ TV വെച്ചിട്ടുള്ള ഫാമിലി ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെ നമ്മൾ റെക്ലൈനർ സോഫ ആണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫുഡ് ലൈറ്റ് ഒക്കെ വരുന്ന പ്രോപ്പർ TV യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വുഡ് ആൻഡ് വൈറ്റിന്റെ കോമ്പിനേഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഏരിയാസ് വരുന്നുണ്ട്. അപ്പം ഇവിടെ ആയാലും നമുക്ക് ഇനി ഫ്യൂച്ചറിൽ ഹൈലൈറ്റ് ചെയ്യാനുള്ളതാണ്, ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സ്പേസ് ആണ് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ നമ്മൾ ആർക്കിടെക്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഈ കോമൺ സ്പേസ് ഒക്കെ തമ്മിൽ നല്ലൊരു കണക്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സ്പേസസ് നമ്മളിപ്പോൾ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫാമിലി ലിവിംഗിൽ വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇന്റിമേറ്റ് ഫീൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള സ്പേസിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മാർബിൾ തന്നെ പോളിഷ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഇവിടെ കോമൺ സ്പേസിലാണെങ്കിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട്. ഓക്കെ, ഇതാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ആൻഡ് ലൈറ്റ് ഗ്രേയുടെ ഒരു കോമ്പിനേഷനിലാണ് ഈ ടോയ്ലറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രോപ്പർ ഫങ്ഷനിങ് ഒക്കെ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഷ്റൂമാണ് ഇത്. ഓക്കെ, ഇനി നമുക്ക് കോമൺ സ്പേസിൽ നമുക്കൊരു കിച്ചൺ കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കിച്ചൺ കൂടി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിച്ചൺ സ്പേസ് വരുന്നത്. അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് കിച്ചൺ ആണ് ഉണ്ടായിരുന്നത്. നമ്മളത് ഓപ്പൺ ആക്കിയിട്ട് ഒരു ഓപ്പൺ കിച്ചൺ ആക്കി മാറ്റി. ഇവിടെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്രോപ്പറായി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ലഞ്ച്, ഹാങ് ലൈറ്റ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് നമ്മൾ കിച്ചൺ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു യു ഷേപ്പ് ആയിട്ടുള്ള കിച്ചണാണ്. കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള ഹോബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വുഡ് ആൻഡ് ഹോബൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്റ്റോറേജ് കൊടുത്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഇതിന്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബാക്ക് സ്പ്ലാഷ് നോക്കുകയാണെങ്കിലും ആ ഒരു വൈറ്റ് തീമിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പുൾ ഔട്ട് കോർണർ യൂണിറ്റ്, കട്ട്ലറി ട്രേ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് GTPT ആണ്, ഗ്ലാസ് ട്രേ ആൻഡ് പ്ലേറ്റ് ട്രേ. ഇവിടെ സിങ്കാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഗ്ലാസ് ട്രേ ആൻഡ് പ്ലേറ്റ് ട്രേ കൊടുത്തിട്ടുള്ളത്. ഇത് ടവൽ ഹാങ്ങിങ് റോഡാണ്. അപ്പം നമ്മളിവിടെ ക്ലീൻ ആക്കുന്ന തുണികളൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് തൂക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ഫുൾ ഹൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിലും നമ്മളൊരു
കൗണ്ടർ ടോപ്പും അപ്പർ ക്യാബിനറ്റും ലോഫ്റ്റും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ആൻഡ് വൈറ്റിന്റെ ഒരു കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുള്ളത്. പ്രോപ്പർ ക്രോക്കറി വെക്കാൻ വേണ്ടിയിട്ട് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് ഇൻബിൽട്ട് ഉള്ളിലത്തെ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ലാമിനേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്ലൂ ഷെയ്ഡാണ്. നമ്മൾ ഇതിൻ്റെ എഡ്ജ് ബാൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പ്രീമിയം ഫീല് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു വർക്കിംഗ് കിച്ചൺ കൂടിയുണ്ട്. ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് വർക്ക് ഏരിയ ആയിരുന്നു. അപ്പോൾ നമ്മളത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഓപ്പണിംഗ് കുറച്ച് വലുതാക്കി ഇവിടെ നമ്മളൊരു ആക്കി ട്രേവ് കൊടുത്തിട്ട് നമ്മൾ ഇതിനൊരു വർക്കിംഗ് കിച്ചൺ ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെയിം നമ്മളെ കിച്ചണിൻ്റെ അതേ കളർ തീമിലാണ് പോയിട്ടുള്ളത്. വൈറ്റ് ആൻഡ് ബ്ലൂ കളർ തീം. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ഡ്രോവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ലിക്കർ ബാസ്ക്കറ്റ് റെഡിമെയ്ഡ് ആയിട്ടുള്ളത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെയിം സൈസിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വിട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ നമുക്കൊരു സ്റ്റൗ വരുന്നുണ്ട്. ഇവിടെ ലെഡ്ജ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിട്ട് നമുക്ക് സ്പൈസസ് ഒക്കെ വെച്ച് ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സൈഡ് വരികയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ഡിഷ് വാഷർ കൊടുക്കാനുള്ള പ്രൊവിഷനാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ ആ സ്പേസും വേസ്റ്റ് ചെയ്ത് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് ഓവൻ വെക്കാം. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ അപ്പർ ക്യാബിനറ്റ് ആൻഡ് ലോഫ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഡിഷ് വാഷിങ്ങിൻ്റെ ഒക്കെ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യാവുന്ന രീതിക്കാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബെഡ്റൂം സ്പേസ് കൂടിയാണ് വരുന്നത്. അപ്പം ആ ഒരു സ്പേസ് കൂടി നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് അപ്പം നമ്മൾ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ ഹൈലൈറ്റിംഗ് വാൾ വരുന്നത്. ഇത് നമ്മൾ രണ്ടും വാൾപേപ്പർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും വാൾപേപ്പറിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ഇവിടെ നമ്മൾ പ്ലൈ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ബൾജാക്കി ഇവിടെ നമ്മൾ ലൈറ്റ് കൊടുത്തു. ഓക്കെ, LED സ്ട്രിപ്പ് കൊടുത്ത് ഈ ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പം ഇതെന്ന് പറയുന്നത് കുറച്ചൊരു പ്ലെയിൻ ആയിട്ടുള്ള വാൾപേപ്പറും ഇതൊരു പാറ്റേൺ വരുന്ന സിമ്പിൾ പാറ്റേൺ വരുന്ന വാൾപേപ്പറും ആണ്. ആൻഡ് ഇവിടെ നമ്മൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ നമ്മൾ വാൾ മൗണ്ടഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൈഡ് ടേബിൾസ് കൊടുത്തിട്ടുണ്ട്. വാൾ മൗണ്ടഡ് ആയിട്ടുള്ള സൈഡ് ടേബിൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബെഡ് കോട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു പിങ്ക് ഫാബ്രിക്കിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രോപ്പർ ക്വിൽറ്റും അതിനോട് ചേരുന്ന തന്നെ ബെഡ് കവറും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണെങ്കിൽ നമുക്ക് വരുന്നത് ബേ വിൻഡോ ആണ്. ഓക്കെ, ഇത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബേ വിൻഡോ ആണ്. അപ്പം നമ്മളിവിടെ ഫുൾ ബോഡി ടൈലും പ്രോപ്പർ ആയിട്ടുള്ള പില്ലോസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു. റോമൻ ബ്ലൈൻഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളൊരു വാർഡ്രോബ് ഉണ്ടാക്കിയിട്ടുണ്ട്. വൈറ്റ് ആൻഡ് വുഡൻ ഷെയ്ഡിലുള്ള വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കളർ ഷെയ്ഡിന്റെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഡ്രോവേഴ്സും അതേപോലെ മിറർ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ഇന്റീരിയർ റിനോവേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു ഇന്റീരിയർ മേക്ക് ഓവർ ആണ് ഈ ഒരു സ്പേസിന് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. Hi, I'm Raj Paul. ഞാൻ സ്റ്റെഫി രാജ്. അപ്പൊ ഞങ്ങളുടെ വീട് 24 years ഓൾഡ് ആയിരുന്നു. അപ്പം വീട് തിങ്കിങ് ഓഫ് റിനോവേഷൻ. അപ്പൊ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തപ്പം ഞങ്ങളുടെ ഫൗണ്ട് റിട്ടേൺ ആർക്കിടെക്ട്സ് ഡിസൈനേഴ്സ് ഒക്കെ. അപ്പം അവരുടെ പ്രീവിയസ് വർക്ക്സ് ഒക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ലൈക്ക് ഇറ്റ് സിമ്പിൾ ആൻഡ് എലഗന്റ്. ഒന്നും ഓവർഡു ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അവരെ അവരുടെ വർക്ക്സ് ഒക്കെ വളരെ ഇംപ്രസീവ് ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മള് നാട്ടില് വന്നപ്പോ 2023 ഡിസംബറിൽ നമ്മള് നാട്ടില് വന്നു. അപ്പൊ അവരെ കോണ്ടാക്ട് ചെയ്തു, സജിത്തും സൂര്യയും. അപ്പം പിന്നെ അറൗണ്ട് അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തു. പിന്നെ ഞങ്ങള് തിരിച്ചു പോയി കഴിഞ്ഞപ്പോ ദേവസ് 3D എങ്ങനെയാ ഇതെല്ലാം how it will come about.
ഞങ്ങൾ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ അതിലെല്ലാം ഇൻകോപ്പറേറ്റഡ് ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മളത് അക്സെപ്റ്റഡ് ഇറ്റ്. പിന്നെ അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇറ്റ് വാസ് ഓൾ ത്രൂ വാട്സാപ്പ്. നമ്മള് ഐഡിയാസും അവരുടെ പിക്ചേഴ്സും ഒക്കെ ഷെയർ ചെയ്തു. അങ്ങനെ എന്നിട്ട് പിന്നെ നമ്മൾ വരുന്നത് പിന്നെ 2024 ഡിസംബറില് ഞങ്ങള് ചെറിയ ചെറിയ ഇതുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ വിളിച്ചു പറയുമ്പോൾ എല്ലാം വളരെ വളരെ നന്നായിട്ട് അവർ ചെയ്യുമായിരുന്നു. വളരെ റെസ്പോൺസീവ് ആയിരുന്നു. നമ്മള് കൊടുക്കുന്ന സജഷൻസും ഈ അത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരും ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. ഇറ്റ് വാസ് വെരി ഞങ്ങള് കുറെ കസ്റ്റമൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചില പോർഷൻസ് ഒക്കെ ഇതുപോലെ വേണമായിരുന്നു. സോ റെഡി ടു ഡു എവറിത്തിങ്. നമുക്ക് ഇൻസൈഡും ചെയ്തു. ആൻഡ് ഡിഡ് ദ ലാൻഡ്സ്കേപ്പിംഗ്, എവറിത്തിങ്. കുറച്ച് ഓട്ടോമേഷൻ ആൻഡ് എവറിത്തിങ് വാസ് ഇൻക്ലൂഡഡ് ആൻഡ് ഇറ്റ് വാസ് നൈസ്ലി ഡൺ ആൻഡ് ഹാൻഡ്ലഡ് വെൽ. So we are very happy and comfortable here with everything. Thank you so much. Thank you so much.